ഡിയർ ഫ്രണ്ട്സ്, ഒരു സ്പെഷ്യൽ ഫിഷ് വെച്ച് ചെയ്യുന്ന വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണേ. റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷദ്വീപിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ ഈ ഫിഷ്. നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി, ഏരി എന്നൊക്കെ പറയുന്ന ഫിഷിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫിഷാണിത്. നല്ലതുപോലെ ചെതുമ്പലുണ്ട് കേട്ടോ, എന്നാൽ അധികം മുള്ളില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. അതുകൊണ്ട് തന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ദീപകാര് ഈ മീനിന് പറയുന്ന പേര് മെട്ടി എന്നാണ് കേട്ടോ. ഇത് വൈറ്റ് അല്ലേ, റെഡ് ആണെങ്കിൽ ചെമ്പല്ലി എന്നും പറയും. ഇതൊരു ലഗൂൺ ഫിഷ് ആണ് കേട്ടോ. ലക്ഷദ്വീപിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്ട് ഐറ്റമാണ് ലഗൂൺ ഫിഷിംഗ്. സ്കൂബ ഡൈവിങ്ങിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീനും ഇതേപോലെ ലഗൂൺ ഫിഷിങ്ങിൽ കിട്ടുന്ന ഒരു തരം ഫിഷാണേ. കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അവിടുത്തെ മെയിൻ ഓക്കുപ്പേഷൻ എന്ന് പറയുന്നത് തന്നെ ഫിഷിംഗ് ആണ്. അറേബ്യൻ സീയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ കോറൽ ഐലൻഡ്സ് ആണ് ലക്ഷദ്വീപ്. കൂടുതൽ ലഗൂൺ ഏരിയ ഉള്ളതുകൊണ്ട് സീ ബെഡിൽ പോയി മെറൈൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് കേട്ടോ. ഇത്രയുമാണ് ലക്ഷദ്വീപിലെ ഷോർട്ട് വിശേഷങ്ങൾ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഏകദേശം ഒരു 1 kg അടുത്ത് വെയിറ്റ് വരുന്ന ഒരു മീനാണ് കേട്ടോ ഇത്. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്കെയിൽസ് എല്ലാം കളഞ്ഞ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്വല്പം വിനീഗർ അല്ലെങ്കിൽ കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ ഒരു 4-5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് പോലെ നോർമൽ വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളം നല്ലതുപോലെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ മാരിനേഷന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒരു സ്വല്പം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഓരോ ടീസ്പൂൺ വിനീഗർ, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും എരിവും എല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഈ മിക്സ് ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം മീനയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ടൈപ്പ് ഫിഷ് ഉണ്ടല്ലോ, ഇത് കറിയാക്കി കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റിയാണ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തല പീസസ് ആണേ. മസാല പിടിക്കാനായിട്ട് 1/2 hour മാറ്റി വെക്കണം. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അധികം സമയം മാരിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ മറക്കരുതേ. മാരിനേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും പിന്നെ എത്ര നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഞാനിതൊന്ന് കവർ ചെയ്ത് മാറ്റി വെക്കുവാണ് കേട്ടോ. ഒരു 1/2 hour കഴിഞ്ഞ് ഞാനിത് തുറന്നു നോക്കുമ്പോൾ മീനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ മീനാണേ. എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കുക. ചൂട് വെളിച്ചെണ്ണയിലേക്ക് നല്ല ഫ്രഷ് കറി ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ടേ. എൻ്റെ കിച്ചൺ ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടിയ കറി ലീവ്സ് ആണേ. ഇതിൻ്റെ മുകളിലേക്കാണ് മാരിനേറ്റ് ചെയ്ത ഫിഷ് വെച്ച് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റിനും പിന്നെ മീൻ കരിഞ്ഞു പോകാതിരിക്കാനും വേപ്പില ഇടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടാണ് ഞാനും ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അത് സത്യമാണ് കേട്ടോ. പാൻ കവർ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ഓവർ ചെയ്ത് കൊടുത്ത് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ പാൻ കവർ ചെയ്ത് വെച്ച് വേണം 2 സൈഡും പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ. എനിക്ക് ഫിഷ് ഫ്രൈ നല്ലതുപോലെ മൊരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ചിലർക്ക് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനോടാണ് താല്പര്യം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്ലിപ്പ് ഓവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതിൻ്റെ മീറ്റ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. മീൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് വരും കേട്ടോ. ശരിക്കും ഇതിന് നല്ലൊരു ഫ്ലേവറാണേ. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കടന്ന് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണേ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പാച്ചുല വെച്ച് ഇച്ചിരി പാടാ കേട്ടോ. ഞാനൊരു സ്റ്റീൽ സ്പൂൺ എടുക്കുവാണേ. ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ ഇത് കോരിയെടുക്കണ്ടേ. ഇപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലതുപോലെ എണ്ണ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടോടുകൂടി തന്നെ വേണം ഇത് സെർവ് ചെയ്യാൻ. കൂടെ നല്ല ഫ്രഷ് കട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും സോസും കൂടെ സെർവ് ചെയ്യാം കേട്ടോ.
ലക്ഷദ്വീപിലെ ഫ്ലേവർ എനിക്ക് എത്തിച്ചു തന്ന നസീമയ്ക്ക് ലോട്ട് ഓഫ് താങ്ക്സ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.